ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂ സോൺ. അപ്പോൾ നമ്മളുടെ ഡൽഹി ഡെവലപ്മെൻറ്റ് അതോറിറ്റിയുടെ ഏറ്റവും പുതിയൊരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. ജൂനിയർ എഞ്ചിനീയർ പറഞ്ഞ പോസ്റ്റിലേക്കാണ് അവരിപ്പം നോട്ടിഫിക്കേഷൻ ഇറക്കിയിരിക്കുന്നത്. കുറേ പോസ്റ്റുകളിലേക്ക് വിളിച്ചിട്ടുണ്ട്, പക്ഷേ അതിൽ നമ്മൾ ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എന്നുള്ള പോസ്റ്റിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അതിൽ നമ്മൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഒക്ടോബർ 6 തൊട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. രാവിലെ 10 മണി തൊട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നവംബർ 5 വൈകുന്നേരം 6 മണി വരെ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട വെച്ചാൽ ഇതിൻ്റെ സിലബസ് നമ്മുടെ RRB JEE സിലബസ് പോലെ തന്നെയാണ്. അപ്പോൾ അത് ടെക്നിക്കലി നോൺ ടെക്നിക്കലി ചെറിയ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നുണ്ടല്ലോ ഈ ഒരു വീഡിയോയിൽ. ടെൻറ്റേറ്റീവ് ഷെഡ്യൂൾ ഓഫ് ഓൺലൈൻ എക്സാം അവർ പറഞ്ഞിട്ടുണ്ട്. ഡിസംബർ മുതൽ ജനുവരി വരെ എപ്പോൾ വേണമെങ്കിലും കണ്ടക്ട് ചെയ്യാം. നമ്മളുടെ എക്സാം എന്ന് പറഞ്ഞാൽ ടയർ 1 ആണ്, ടയർ 2 ഇല്ല. ഓക്കെ, ഒറ്റൊരു ടയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒക്ടോബർ 6 തൊട്ട് DDA.gov.in വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇതിൽ നമുക്ക് നമ്മളുടെ പോസ്റ്റിനെ പറ്റിയിട്ട് നമുക്ക് പറയാം. അവിടെ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് കൂടി വിളിച്ചിട്ടുണ്ട്. പക്ഷേ അത് എന്താ പറയേണ്ടത്, സെപ്പറേറ്റ് എക്സാം അല്ല. നമ്മുടെ UPSCനെ ബേസ് ചെയ്തിട്ട് UPSCയിൽ നോൺ റെക്കമെൻഡ് ചെയ്ത കാൻഡിഡേറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് അവരത് സെലക്ട് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് അത് ഡീറ്റെയിൽസ് നമ്മളവിടെ പറയുന്നില്ല. ഇപ്പോൾ ESCയുടെ എക്സാം ഇപ്പം നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പോൾ ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഓർ മെക്കാനിക്കൽ ഗ്രൂപ്പ് B ലെവൽ 6 പോസ്റ്റാണ്. ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. നമ്മൾ RRB JEE SSC JEE ഒക്കെ പറയുന്ന പോലെ BTech ഇൻ ഇലക്ട്രിക്കൽ മേ ഓൾസോ ബി അപ്ലൈ. ഓക്കെ, BTech ആർക്ക് അവിടെ അപ്ലൈ ആണ്ടി പറ്റുന്നുണ്ടാവും. നമ്മൾ പല PSUs നമ്മൾ കണ്ടിട്ടുണ്ട്. ഡിപ്ലോമയാണ് ക്വാളിഫിക്കേഷൻ, ഡിപ്ലോമക്കാർക്ക് മാത്രമേ അപ്ലൈ വേണ്ടി പറ്റുള്ളൂ. പക്ഷേ ഇതെന്താ, ഒരു BTech ആർക്ക് കൂടി അപ്ലൈ വേണ്ടി പറ്റിയൊരു പോസ്റ്റാണ്. അപ്പോൾ ഇതിലിപ്പം പറയുകയാണെങ്കിൽ ടോട്ടൽ വേക്കൻസീസ് 67 വേക്കൻസിയാണ് അവിടെ ടോട്ടലായിട്ട് പറഞ്ഞിട്ടുള്ളത്. കറസ്പോണ്ടിങ് അൺറിസർവ്ഡ് 32, EWS 6, SC 8, ST 4, OBC 17 എന്നുള്ള രീതിയിലാണ് അവരവിടെ പറഞ്ഞിട്ടുള്ളത് വേക്കൻസീസ്. ഇനിയിപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ് എത്രയാണ് ആപ്ലിക്കേഷൻ ഫീ. അതുകൂടാണ്ട് എപ്പോഴാണ് എക്സാമിൻ്റെ സിലബസ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ അതിലേക്ക് നമുക്ക് വരാം. നമ്മൾ പറഞ്ഞു 11 തീയതി, നവംബർ 5 വരെയാണ് എന്തിരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ്. ഒക്ടോബർ 6 തൊട്ട് നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്കവിടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് 27 വയസ്സാണ് അവിടെ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത്. കറസ്പോണ്ടിങ് ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBC SC ST കാൻഡിഡേറ്റ്സിന് അവിടെ ഏജ് റിലാക്സേഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമ്മളവിടെ പറഞ്ഞു. അപ്ലിക്കേഷൻ ഫീ എന്ന് പറയുന്നത് 2500 രൂപയാണ് അവിടെ അപ്ലിക്കേഷൻ ഫീ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അണ്ടർസർവ്ഡ് OBC NCL EWS കാൻഡിഡേറ്റ്സിൻ്റെ കേസിൽ 2500 നോൺ റീഫണ്ടബിൾ ആണ്. ഓക്കെ, നോൺ റീഫണ്ടബിൾ ആണ്. ഇനിയിപ്പം ഫോർ PWD ട്രാൻസ്ജെൻഡർ എക്സ് സർവീസ്മെൻ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആൻഡ് കാൻഡിഡേറ്റ്സ് ബിലോങ് ടു SC ST 1500 രൂപ എന്ത് ചെയ്യാം, നിങ്ങൾ ഏറ്റവും ആദ്യം എന്ത് ചെയ്യണം, അപ്ലൈ ചെയ്യുമ്പം പേ ചെയ്യണം. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാം, എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ ഈ 1500 രൂപയിൽ നമ്മളുടെ ബാങ്ക് ചാർജ് ഡിഡക്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് അവിടെ റീഫണ്ട് ആവുന്നുണ്ടാവും. ഏകദേശം 1500 1450 രൂപയൊക്കെ റീഫണ്ട് ആവുന്നുണ്ടാവും. അത് നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം. അൺറിസർവ്ഡ് OBC NCL EWS കാൻഡിഡേറ്റ്സിൻ്റെ 2500 അപ്ലൈ ചെയ്യണം. അത് 2500 നോൺ റീഫണ്ടബിൾ ആണ്. ഫീമെയിൽ SC ST കാൻഡിഡേറ്റ്സിൻ്റെ കേസിൽ എക്സ് സർവീസ്മാൻ കാൻഡിഡേറ്റ്സ് PWD കാൻഡിഡേറ്റ്സിൻ്റെ കേസിൽ 1500 രൂപ നിങ്ങൾ അവിടെ അപ്ലൈ ചെയ്യുമ്പം അടക്കണം. നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞാൽ എന്താ ബാങ്ക് ചാർജ് ഡിഡക്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് എന്താ നിങ്ങൾക്ക് അവിടെ റീഫണ്ടായിട്ട് വരുന്നുണ്ടാവും. ഇനിയിപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർ നോക്കുന്നത് നമ്മുടെ സിലബസ് ആണ്. ഓക്കെ, അവിടെ ഒരു മുന്നേ ഒരു എക്സാം പാറ്റേൺ നമുക്കൊന്ന് പറയാം, എന്നിട്ട് നമുക്ക് സിലബസിലേക്ക് വരാം. ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ ഒറ്റൊരു സ്റ്റേജ് CBT ആണ്. അപ്പോൾ അതിൽ 2 പാർട്ടായിട്ടുണ്ട്. പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 ഉണ്ട്. പാർട്ട് 1 എന്ന് പറഞ്ഞാൽ 100 ക്വസ്റ്റ്യൻസ് ആണ്. നമ്മുടെ കറസ്പോണ്ടിങ് ഡിസിപ്ലിനും അതുകൂടാണ്ട് എന്താ അവിടെ ഒരു കറണ്ട് അഫെയർസും കൂടി പറയുന്നുണ്ട്. പാർട്ട് 2 എന്ന് പറയുന്നത് എന്താ, നമ്മുടെ റീസണിങ് 10 മാർക്ക്, QA 10 മാർക്ക്, ജനറൽ അവയർനെസ് 10 മാർക്ക്, ഇംഗ്ലീഷ് ലാംഗ്വേജ് 10 മാർക്ക്, കമ്പ്യൂട്ടർ നോളജ് 10 മാർക്ക്. അപ്പോൾ ഇതിൽ നമ്മൾ PSU എക്സാംസിൻ്റെ ഒക്കെ ഹിസ്റ്ററി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടെക്നിക്കൽ നോളജ്, അതായത് ഏത് കറസ്പോണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കറസ്പോണ്ടിങ് ടെക്നിക്കൽ നോളജ്, പിന്നെ എന്താ റീസണിങ്, QA, ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒക്കെ എല്ലാം എന്താ സെയിം ആയിട്ട് കാണാറുണ്ട്. പക്ഷേ ഇവിടെ എക്സ്ട്രാ കാണുന്ന ഏതാ, നമ്മുടെ കമ്പ്യൂട്ടർ നോളജും കറണ്ട് അഫെയർസും മാത്രമാണ് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും നോക്കേണ്ടത്. ജൂനിയർ എഞ്ചിനീയർ സിവിൽ, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ഏതാണെങ്കിലും. അപ്പോൾ അവിടെ ഡീറ്റെയിൽഡ് സിലബസ് അവരവിടെ പറഞ്ഞിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പോവാം.
അപ്പോൾ നമ്മൾ ഡീറ്റെയിൽഡ് സിലബസ് ജൂനിയർ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ആണെന്നുണ്ടെങ്കിൽ പാർട്ട് 1 ഇലക്ട്രിക്കൽ എഞ്ചിനീയർ നമ്മൾ RRBGയുടെ SSCGയുടെ ഒക്കെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പറയുന്ന പോലെ ബേസിക് കൺസെപ്റ്റ്, സർക്യൂട്ട് ലോ, മാഗ്നറ്റിക് സർക്യൂട്ട്സ്, AC ഫണ്ടമെൻറ്റൽസ് അതേപോലെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെയോ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഇലക്ട്രിക്കൽ മെഷീൻസ്, ഫ്രാക്ഷൻ കിലോവാട്ട് മോട്ടോഴ്സ്, പിന്നെ സിഗ്നസ് മെഷീൻസ് അതവിടെ പറഞ്ഞു. പിന്നെ ജനറേഷൻ, ട്രാൻസ്മിഷൻ, ഡിസ്ട്രിബ്യൂഷൻ, എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ്, യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി, പിന്നെ നമ്മുടെ ബേസിക് ഇലക്ട്രോണിക്സ്. അപ്പോൾ നിങ്ങളിത് നോക്കിക്കഴിഞ്ഞാൽ RRBGE അതേപോലെ SSCGEക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സെയിം എക്സാം പാറ്റേൺ സെയിം സിലബസ് തന്നെയാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നതൊക്കെ എന്താ സെയിം തന്നെയാണ്. അപ്പോൾ അവിടെ അപ്ലിക്കേഷൻ ഫീ വന്നുള്ള 2500 ബാക്കി റിസർവേഷൻ അതേപോലെ ഫീമെയിൽ ക്യാൻഡിഡേറ്റ്സിൻ്റെ 1500 രൂപയാണുള്ളത്. നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എക്സാം ഫീ എന്താ റീഫണ്ട് ആവുന്നുണ്ടാവും. പക്ഷേ ഇവിടെ എക്സാം സെൻറ്റേഴ്സ് എവിടേക്കാണെന്നുള്ള കാര്യം അവരോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഇതിനകത്ത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവാം എവിടെയൊക്കെ സെൻറ്റേഴ്സ് ഉണ്ടെന്നുള്ള കാര്യം. മോസ്റ്റ് പ്രോബബ്ലി ഡൽഹിയിൽ തന്നെയാണ് ഉണ്ടാവാൻ സാധ്യത. ചിലപ്പം ബാംഗ്ലൂരോ മുംബൈയിലോ മറ്റുണ്ടാവാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതിൻ്റെ ഒരു അപ്ഡേറ്റ് അവർ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടില്ല. എനിവേ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ എനിവേ ഇതിൻ്റെ കൂടുതൽ വീഡിയോസായിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു.